السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. درس القرآن 204 ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്കിലെ 1 മുതൽ 12 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മൾ വിശദീകരിച്ചത്. പ്രസ്തുത അധ്യായത്തിലെ 13 മുതൽ 18 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. കഴിഞ്ഞ ആയത്തുകളിൽ 2 ക്ലാസ്സുകളിൽ നമ്മൾ വായിച്ചിട്ടുള്ള ആയത്തുകൾ തീർച്ചയായും ഏതൊരു നിഷേധിയെയും ഏറെ ചിന്തിപ്പിക്കുന്ന വചനങ്ങളാണ്. വിശ്വാസിയെ സംബന്ധിച്ച് അവന് കൂടുതൽ വിശ്വാസം ദൃഢീകരിക്കാൻ ഉപയുക്തമാകുന്ന വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. 13 മുതൽ 18 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ ചില സവിശേഷതകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അവനെ ഭയപ്പെടേണ്ടതിൻ്റെ താൽപ്പര്യവും വ്യക്തമാക്കുകയാണ് പടച്ചതമ്പുരാൻ. 13-ാമത്തെയും 14-ാമത്തെയും ആയത്തുകളാണ് ആദ്യം വിശദീകരിക്കുന്നത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأسروا قولكم واجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير. ഈ ആയത്തിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം വാസിറു, അള്ളാഹു പറയുകയാണ്, നിങ്ങൾ രഹസ്യമാക്കിക്കൊള്ളുക, കൗലക്കും നിങ്ങളുടെ വാക്കുകളെ അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരങ്ങളെ, അവിജുഹറൂബിഹി അതല്ലെങ്കിൽ നിങ്ങളത് പരസ്യമാക്കിക്കൊള്ളുക. അപ്പോൾ നിങ്ങളുടെ വാക്കുകളെ നിങ്ങൾ പരസ്യമാക്കുകയോ രഹസ്യമാക്കുകയോ ചെയ്തുകൊള്ളുക. എന്തു തന്നെ ആയിരുന്നാലും ഇന്നഹു തീർച്ചയായും അവൻ അലീമുൻ അറിയുന്നവനാണ് ബിദാത്തി സുദൂർ ഹൃദയങ്ങളിലുള്ളത്. അപ്പൊ നിങ്ങളുടെ വാക്കുകൾ സംസാരങ്ങൾ എന്താവട്ടെ, രഹസ്യമാക്കിയാലും ഇനി പരസ്യമാക്കിയാലും അള്ളാഹുവിനെ സംബന്ധിച്ച് അവനെല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് മനസ്സുകളിലുള്ള കാര്യങ്ങൾ അറിയുന്ന, വികാരങ്ങൾ അറിയുന്ന ആ അള്ളാഹു നിങ്ങൾ എന്തു തന്നെ ചെയ്താലും അതവൻ അറിയും എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. അതിനുശേഷം അടുത്ത ആയത്തിൽ അലാ യഅലമു അവൻ മനസ്സിലാക്കുന്നില്ലേ, മൻ ഖലഖ അല്ലെങ്കിൽ അവൻ അറിയുന്നില്ല. 2 രീതിയിൽ അതിന് വിശദീകരണം നൽകപ്പെട്ടിട്ടുണ്ട്. അലാ യഅലമു മൻ ഖലഖ സൃഷ്ടിച്ചവനെ അവൻ മനസ്സിലാക്കുന്നില്ലേ എന്നോ, അതല്ലെങ്കിൽ സൃഷ്ടിച്ചവനായ അള്ളാഹുവിനെ അവൻ അറിയില്ലേ, അവൻ മനസ്സിലാക്കുന്നില്ലേ എന്നോ ആകാം.
വഹുവ അൽ ലത്തീഫുൽ ഖബീർ. അൽ ലത്തീഫ് എന്ന് പറഞ്ഞാൽ നിഗൂഢമായി നിങ്ങൾ ഭാഷണം നടത്തുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിഗൂഢമായി നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അവൻ സൂക്ഷ്മമായി, അല്ലെങ്കിൽ അവൻ അറിയുന്നവനാണ്. അൽ ഖബീർ എന്ന് പറഞ്ഞാൽ അവൻ സൂക്ഷ്മമായി അറിയുന്നവനാണ്. അപ്പൊ നിങ്ങൾ നിഗൂഢമാക്കി വെക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ആരുമില്ലാത്ത സമയങ്ങളിൽ ഒരുമിച്ചു കൂടിയിരുന്ന് രഹസ്യമായി സംസാരിക്കുന്ന, നിഗൂഢമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന നിങ്ങളുടെ പ്രവർത്തനങ്ങളും സംസാരങ്ങളും ഒക്കെ അറിയുന്നവനാണ് അൽ ലത്തീഫ്. അൽ ഖബീർ എന്ന് പറഞ്ഞാൽ അവനെല്ലാം പൊതുവെ സൂക്ഷ്മമായി അറിയുന്ന ജ്ഞാനശക്തിയുള്ളവനാണ്. ഇതൊക്കെയാണ് ഈ ആദ്യ 2 ആയത്തുകളിലെ നേർക്കുനേരെയുള്ള ആശയം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മനുഷ്യനെ സംബന്ധിച്ച് നോക്കാൻ പാടില്ലാത്തത് അവൻ നോക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരറിയാതെ, അവരുടെ ദൃഷ്ടിയിൽപ്പെടാതെ അവരെ ഒളിഞ്ഞിരുന്ന് നോക്കുകയോ അവരുടെ കാര്യങ്ങൾ ഒളിഞ്ഞിരുന്ന് കേൾക്കുകയോ ചെയ്യുന്നത് മാത്രമല്ല, നമ്മളുടെ മനസ്സുകളിൽ മറ്റൊരാളെ പറ്റിയോ മറ്റു വിഭാഗത്തെ പറ്റിയോ രഹസ്യമാക്കി വെക്കുന്ന, അല്ലെങ്കിൽ അവരറിയാതെ മറ്റുള്ളവരോട് പറയുന്ന, അങ്ങനെ നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ഭൗതിക ജീവിതത്തിൽ ഏറെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം അങ്ങനെ അവൻ അള്ളാഹുവിനെ മനസ്സിലാക്കുമ്പോൾ അവന്റെ സംസാരത്തിന്, അവന്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഒരു നിയന്ത്രണം ഉണ്ടാകും. കാരണം മനുഷ്യരിൽ നിന്ന് അവൻ ഒളിപ്പിക്കാൻ പറ്റിയാലും അള്ളാഹുവിൽ നിന്ന് യാതൊന്നും ഒളിപ്പിക്കാൻ പറ്റുകയില്ല എന്ന ഒരു വിശ്വാസം അവന്റെ നോട്ടത്തെയും അവന്റെ വികാരങ്ങളെയും ഒക്കെ നിയന്ത്രിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ആശയം വരുന്ന ആയത്തുകൾ വിശുദ്ധ ഖുർആനിന്റെ വേറെയും സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ സൂറത്ത് ഗാഫിർ 19-ാമത്തെ വചനത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ. യഅലമു ഖായിനത്തൽ അയുനി, കണ്ണുകളുടെ കട്ടുനോട്ടങ്ങളെ അറിയുന്നവനാണ് അവൻ. അതിനുശേഷം പറയുന്നു വമാ തുഖ്ഫി സുദൂർ, മനസ്സുകളിൽ, ഹൃദയങ്ങളിൽ നിങ്ങൾ ഗോപ്യമാക്കി വെക്കുന്ന, ഒളിപ്പിച്ചു വെക്കുന്ന കാര്യങ്ങളെയും അറിയുന്നവനാണ് അള്ളാഹു എന്ന് കൃത്യമായി അവിടെയും അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. അപ്പോ ഗൂഢ രഹസ്യങ്ങളും വികാരങ്ങളും മനസ്സിലൊളിപ്പിച്ചുകൊണ്ട് മനുഷ്യരിൽ നിന്ന് നമുക്കത് ഒളിപ്പിക്കുവാനും മറച്ചു വെക്കുവാനും സാധിക്കുമെങ്കിലും ഒരുപക്ഷെ സാധിച്ചേക്കാം. മറ്റുള്ളവരിൽ നിന്ന് അതെല്ലാം ഒളിപ്പിച്ചോ മറച്ചു വെക്കാനൊക്കെ നമുക്ക് സാധിച്ചേക്കാം. പക്ഷേ എല്ലാം സൂക്ഷ്മമായി അറിയുന്ന അള്ളാഹുവിൽ നിന്ന് ആർക്കും ഒന്നും ഒളിപ്പിക്കാൻ കഴിയില്ലെന്ന കാര്യം ഇവിടെ വ്യക്തമാക്കി അള്ളാഹു പറയുകയാണ്. ഇനി ഇവിടെ മാത്രമല്ല, സൂറ അൻ-നിസായിലും ഇങ്ങനെ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ അള്ളാഹു പറയുന്നത് യസ്തഖ്ഫൂന മിനൻ നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹ് വഹുവ മാഅഹും ഇത് യുബയ്യിത്തൂന മാ ലാ യർളാ മിനൽ ഖൗൽ. വളരെ സൂക്ഷ്മമായി ഓരോ മനുഷ്യനും, പ്രത്യേകിച്ച് ഓരോ മുസ്ലിമും മനസ്സിരുത്തേണ്ട ഒരു കാര്യം. ഇവിടെ അള്ളാഹു പറയുന്നത് യസ്തഖ്ഫൂന മിനൻ നാസ്, മനുഷ്യരിൽ നിന്ന് അവർ ഒളിപ്പിച്ചു വെക്കുന്നു അല്ലെങ്കിൽ മറച്ചു വെക്കുന്നു. പക്ഷേ വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് അവർക്ക് മറച്ചു വെക്കാൻ സാധിക്കുകയില്ല. എന്നിട്ടോ അവിടെ എന്താണ് അവർ ഒളിപ്പിച്ചു വെക്കുന്ന കാര്യങ്ങൾ എന്നതിലേക്കൊരു സൂചന നൽകിക്കൊണ്ട് വഹുവ മാഅഹും ഇത് യുബയ്യിത്തൂന മാ ലാ യർളാ മിനൽ ഖൗൽ,
അനിഷ്ടകരമായ സംസാരങ്ങളായിരിക്കാം പലപ്പോഴും ഗൂഢാലോചനയിൽ ഉണ്ടാവുക. നിഗൂഢമായ സംസാരങ്ങൾ മറ്റൊരാളും കേൾക്കാൻ ഇഷ്ടപ്പെടാത്തതായിരിക്കാം പലപ്പോഴും ആളുകൾ നടത്തുക. അപ്പൊ നിങ്ങൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു സംഘമോ ആരായിരിക്കട്ടെ, നല്ലതല്ലാത്ത സംസാരങ്ങൾ, ഗൂഢമായ കൂടിയാലോചനകൾ ഇങ്ങനെ നടത്തുമ്പോൾ വഹുവും അവൻ അവരോടൊപ്പമുണ്ട് എന്ന ഒരു കാര്യം പലപ്പോഴും മനുഷ്യൻ മറന്നു പോകുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് അള്ളാഹു നിങ്ങൾ ചെയ്യുന്ന ആ പ്രവൃത്തി മോശമാണ് എങ്കിൽ, കൂടിയാലോചന എന്ന് പറയുന്നതും ഗൂഢാലോചന എന്ന് പറയുന്നതും രണ്ടാണല്ലോ. അപ്പൊ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൂടിയാലോചനയോ ഇനി മറ്റുള്ളവരെ അറിയിക്കാതെ അതിന്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ഗൂഢമായി അല്ലെങ്കിൽ രഹസ്യമായി കൂടിയാലോചിക്കുന്നതിന് അല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആയത്തിൽ അള്ളാഹു പ്രത്യേകമായി ചേർത്ത് പറഞ്ഞത് മാലാ യർലാ മിനൽ ഖൗൽ, തൃപ്തികരമല്ലാത്ത സംസാരങ്ങൾ, വാക്കുകൾ, അനിഷ്ടകരമായതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ മോശമായി നിങ്ങൾ കൂടിയാലോചിക്കുന്ന, നിങ്ങൾ നിഗൂഢമായ ആലോചനകൾ നടത്തുന്ന കാര്യങ്ങളൊക്കെ അത് ചെയ്യുമ്പം വഹുമാഹും എന്നൊരു ഓർമ്മപ്പെടുത്തൽ, അള്ളാഹു നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ചെയ്യുന്നതെല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. ഒരുപക്ഷെ മനുഷ്യരിൽ നിന്ന് മാറി നിന്ന് ആരും അറിയാതെ നിങ്ങൾ രാത്രിയുടെ ഇരുട്ടറയിൽ അല്ലെങ്കിൽ ഇരുട്ടിൽ വെച്ചാണ് ഇങ്ങനെ കൂടിയാലോചനകൾ, ഗൂഢാലോചനകൾ നടത്തുന്നതെങ്കിൽ അതൊരു മോശമായ കാര്യത്തിനു വേണ്ടിയാണ്, മറ്റാരെങ്കിലും മികഴ്ത്തുന്നതിന് വേണ്ടിയാണ്, വേറെ എന്തെങ്കിലും മോശമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് എങ്കിൽ അള്ളാഹു പറയാട്ടോ, അത് മനുഷ്യരിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് അവ മറച്ചു വെക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അള്ളാഹുവിൽ നിന്ന് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് അത് മറച്ചു വെക്കാൻ സാധിക്കുകയില്ല. അപ്പൊ ഈ 2 ആയത്തുകളിലും പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണല്ലോ. ഇനി ഇതിന്റെ ഒരു മൂന്നാമത്തെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു അവസാന വാക്കായി പടച്ചവൻ ഒന്നുകൂടെ ഒരു താക്കീത് എന്ന രൂപത്തിലെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതെന്താ അറിയോ? ഈ ലോകത്തിന്റെ അന്ത്യം സംഭവിക്കുന്ന സന്ദർഭം അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നമ്മളിവിടെ ആരും അറിയാതെ എന്തെങ്കിലും മറ്റൊരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു വീട്ടുകാരെ കുറിച്ച് അല്ലെങ്കിൽ അയൽവാസികളെ കുറിച്ച് അതല്ലെങ്കിൽ ഒരു ജനവിഭാഗത്തെക്കുറിച്ച് നിങ്ങൾ മോശമായ കാര്യങ്ങൾ ചിന്തിക്കുകയും അതിന് അവർക്കെതിരെ നിങ്ങൾ ഗൂഢാലോചനകൾ നടത്തുകയൊക്കെ ചെയ്യുന്നുവെങ്കിൽ, അഥവാ മോശമായ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ നടത്തുമ്പോഴും അത് അയൽക്കാരനോ നിങ്ങളുടെ ആരെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അയാളോ അറിയുന്നില്ല, ശരിയാണ്. അല്ലെങ്കിൽ മറ്റൊരു ജനവിഭാഗം അത് അറിയുന്നില്ല. പക്ഷെ അള്ളാഹു അറിയുന്നു എന്ന് പറഞ്ഞല്ലോ. ആ പറയുന്നത് മാത്രമല്ല, നിങ്ങൾ ആരും അറിയാതെ ചെയ്ത ആ കാര്യം അത് തീർച്ചയായിട്ടും അള്ളാഹു അത് പുറത്തു കൊണ്ടുവരും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന, നമ്മൾ നിസ്സാരമായി അവഗണിച്ച് ഓതിപ്പോകുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ വഹയിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, അഫലാ യഅലമു ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ വഹുസ്സില മാ ഫിസ് സുദൂർ. അതെന്താ? അഫലാ യഅലമു, അവൻ അറിയുന്നില്ലേ? ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ, ഖബറുകളിലുള്ളത്, ആ ഖബറുകൾ പുറന്തള്ളുന്ന ഒരു ദിവസമുണ്ടല്ലോ. എല്ലാ ഖബറുകളിലുള്ള ആ മനുഷ്യരെ അവരവരുടെ ഖബറുകൾ പുറന്തള്ളുന്ന ഒരു ദിവസം, അഥവാ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം. അതാണ് അള്ളാഹു പറയുന്നത്, അലാ യഅലമു മൻ ഖലഖ വഹുവ അലാ യഅലമു, അവൻ മനസ്സിലാക്കുന്നില്ലേ? ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ, ഖബറുകളിലുള്ളത്, ഓരോ ഖബറും പുറന്തള്ളുന്ന ആ നിമിഷം അല്ലെങ്കിൽ ആ ദിവസത്തെ അവർ ഓർക്കുന്നില്ലേ? വഹുസ്സില മാ ഫിസ് സുദൂർ, ഖബറുകളിലുള്ളത് ഖബറുകൾ പുറന്തള്ളുക മാത്രമല്ല, അതിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു വരുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളിലുള്ളത്, വഹുസ്സില മാ ഫിസ് സുദൂർ, ആ ഹൃദയങ്ങളിലുള്ളതും അവർ പുറത്തു കൊണ്ടുവരും, അല്ലെങ്കിൽ അവ പുറന്തള്ളപ്പെടും എന്ന് പറഞ്ഞാൽ അതെല്ലാം അല്ലാഹു പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട് എന്നവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ വളരെ കൃത്യമായി അള്ളാഹുവിന്റെ അറിവിനെ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഗോപ്യമാക്കി വെക്കുന്ന ഒരു കാര്യവും അള്ളാഹുവിൽ നിന്ന് മറച്ചു വെക്കാൻ സാധിക്കുകയില്ല
എന്ന് പറഞ്ഞതിന് ശേഷം അതിനെ ഒന്നുകൂടെ ഉറപ്പിക്കുവാനും മനുഷ്യരുടെ വിശ്വാസം ഒന്നുകൂടെ ആ വിഷയത്തിൽ ദൃഢീകരിക്കുന്നതിനു വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അതെല്ലാം അള്ളാഹു വെളിക്ക് കൊണ്ടുവരും, പുറത്തു കൊണ്ടുവരും എന്ന് മനുഷ്യനെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഇനി അള്ളാഹു മനുഷ്യർക്ക് നൽകിയ മറ്റൊരു അനുഗ്രഹത്തെ കുറിച്ച് പറയുക. കാരണം എന്താ അറിയോ, ഇതെല്ലാം അള്ളാഹുവിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ ആ കാര്യങ്ങളെ കുറിച്ച്, അത് മറ്റൊരാൾക്കും ചെയ്യാൻ കഴിയാത്തതും മനുഷ്യർക്ക് അവൻ നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചുമൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് അവനെ ഓർമ്മപ്പെടുത്തുന്നത് അത് അള്ളാഹു മാത്രം, അവന് മാത്രം നൽകാൻ കഴിയുന്ന കാര്യങ്ങളായതുകൊണ്ടാണ്. ഇനി അടുത്തൊരായത്തിൽ എന്താ അള്ളാഹു പറയുന്നത്? ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. പിന്നെ നേർക്ക് നേരെയുള്ള അർത്ഥം എന്താ അറിയോ? ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ, അള്ളാഹു അവനല്ലയോ നിങ്ങൾക്ക് ഭൂമിയെ വിധേയമാക്കി തന്നവൻ. ഫംശൂ ഫീ മനാകിബിഹ, അപ്പോൾ അതിന്റെ ആ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ, അതിന്റെ ചുമലിലൂടെ നിങ്ങൾ നടന്നുകൊള്ളുകയും ചെയ്യുക, നിങ്ങൾ സഞ്ചരിച്ചു കൊള്ളുക. വകുലൂ മിർ റിസ്ഖിഹി, അവന്റെ ഉപജീവനത്തിൽ നിന്ന് നിങ്ങൾ കഴിക്കുക, നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുക. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഉപജീവനത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുക. വഇലൈഹിൻ നുശൂർ, അവനിലേക്കാകുന്നു നിങ്ങളുടെ മടക്കം എന്നോ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പെന്നോ ഒക്കെ പറയാം. ഇത് മനുഷ്യനെ ഓർമ്മപ്പെടുത്തുകയാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവനെ ഓർമ്മിപ്പിച്ച് അവസാനം അവന്റെ ചിന്തയിലേക്ക്, മനുഷ്യൻ ഇവിടെ ശാശ്വതനല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ടോ ആ മനുഷ്യൻ ഇവിടെ ഉപജീവനം അവന് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് അവന് ഭൂമിയെ അള്ളാഹു വിധേയമാക്കി കൊടുക്കുകയും ആ ഭൂമിയിലൂടെ അവന്റെ അധ്വാനിച്ചുകൊണ്ട് അവന്റെ ഉപജീവനം കണ്ടെത്താനുള്ള ഒരവസരം അള്ളാഹു അവന് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് ഖുർആനിന്റെ വേറെയും സ്ഥലങ്ങളിൽ കാണാം. അപ്പൊ ഈ ഉപജീവനം എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം അള്ളാഹു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ അറിയോ? റിസ്ക് എന്ന് പറയുമ്പോ ആ റിസ്ക് അവനിലേക്ക് ചേർത്താ പറയുക. എപ്പോഴും അങ്ങനെയാണ്. മിർ റിസ്ഖിഹി, അവന്റെ ഉപജീവനത്തിൽ നിന്ന്. കാരണം ഇതൊന്നും നമ്മുടേതല്ലല്ലോ. ഒരു ദിവസം നേരം വെളുത്താല് എവിടെ എങ്ങനെ എന്ത് ജോലി ചെയ്യണം എന്ന് നമുക്കറിയില്ല. പക്ഷെ ആരെങ്കിലും നമ്മളെ ജോലിക്ക് വിളിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾക്ക് ലഭിക്കുന്ന ജോലിയുടെ ഭാഗമായി നമുക്ക് കിട്ടുന്ന ശമ്പളം, അതൊന്നും നമ്മൾ തീരുമാനിച്ചതല്ലല്ലോ. അപ്പോ നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ടോ, ഏറ്റവും പ്രധാനം ഈ ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ച് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്ന നിങ്ങളുടെ ജോലിയാകട്ടെ, അതെന്ത് ജോലിയാണെങ്കിലും അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഉപജീവനത്തിന്റെ ആ ഉപജീവനം അത് അള്ളാഹുവിൻ്റെതാണ്. കാരണം ഇതിന്റെ എല്ലാറ്റിന്റെയും അടിസ്ഥാനമായ സ്രോതസ് അത് അള്ളാഹുവാണ്. അപ്പം റിസ്ക് എന്ന് പറയുമ്പോഴെല്ലാം അള്ളാഹു ആ റിസ്കിനെ അവനിലേക്ക് ചേർത്തി പറഞ്ഞതായി കാണാൻ കഴിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ഭൂമിയെ അതിന് അനുയോജ്യമായ രൂപത്തിൽ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു എന്നതാണ് ഒന്ന്. രണ്ടാമത്തേത്, നിങ്ങൾ എന്ത് ചെയ്യണം? ഫംശൂ ഫീ മനാകിബിഹ, നിങ്ങൾ ആ ഭൂമിയിലൂടെ അതിന്റെ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? നിങ്ങളുടെ ഉപജീവനം അള്ളാഹു എവിടെയോ നിങ്ങൾക്ക് ഉപജീവനം വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരാളും അധ്വാനിക്കാതിരിക്കരുത്. നിങ്ങൾ അത് അന്വേഷിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അധ്വാനിച്ച് കണ്ടെത്തണം. അതുകൊണ്ടാണ് മഹാനായ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യഖൂദു അഹദുക്കും അൻ ത്വലബി റിസ്ഖി വഹുവ യഖൂൽ അല്ലാഹുമ്മ ർസുഖ്നി, എനിക്ക് ഭക്ഷണം നൽകണേ, എനിക്ക് അന്നം നൽകണേ എന്ന് പ്രാർത്ഥിച്ചല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരാളും തന്നെ വെറുതെ ഇരിക്കരുത്. എന്തു വേണം? വഖദ് അലിംതും അന്ന സമാഅ ലാ തുംതിറു ദഹബൻ വലാ ഫില്ല, നിങ്ങൾ അത് അന്വേഷിക്കണം. കാരണം എന്താ അറിയോ? ഭൂമി സ്വർണവും വെള്ളിയും വർഷിക്കുകയില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്ന് പറഞ്ഞാൽ എന്താ?
ആകാശത്തുനിന്ന് സ്വർണം വീഴും, മഴ വീഴുന്നത് പോലെ, മഴവെള്ളം ലഭിക്കുന്നത് പോലെ ആകാശം സ്വർണവും വെള്ളിയൊന്നും ഈ ഭൂമിയിലേക്ക് ഇറക്കിത്തരും എന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. അപ്പൊ നമ്മൾക്ക് അള്ളാഹു നിശ്ചയിച്ച ഉപജീവനം നമ്മൾ അന്വേഷിച്ച് അതിനുവേണ്ടി അധ്വാനിച്ച് കണ്ടെത്തണം എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതിനുവേണ്ടി ഭൂമി അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു. വജഅൽന ലൈല ലിബാസ വജഅൽന നഹാറ മആശ. അതേപോലെ തന്നെ രാത്രിയെ നിങ്ങൾക്ക് വിശ്രമിക്കാനും പകലിനെ നിങ്ങൾക്ക് ഈ ഉപജീവനം കണ്ടെത്താനുമുള്ള ഒരു സമയമാക്കിയിരിക്കുന്നു എന്നൊക്കെ അള്ളാഹു പറയുന്നല്ലോ. ഈ അധ്വാനിക്കുന്നവന് വിശ്രമിക്കണം. ആ വിശ്രമിക്കണമെങ്കിൽ അതിന് അനുയോജ്യമായ രൂപത്തിൽ അവൻ രാത്രിയെ സംവിധാനിച്ചു. അപ്പൊ ചുരുക്കത്തിൽ ഈ വിഷയകമായി ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ ഈ അന്വേഷണം അല്ലെങ്കിൽ ഈ ഭക്ഷണം ഉപജീവനം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത് ന്യായമായ മാർഗത്തിലൂടെ ആയിരിക്കണം എന്നത് ഇസ്ലാമിന്റെ മൗലികമായ ഒരു സിദ്ധാന്തം തന്നെയാണ്. കാരണം എന്താ, നിഷിദ്ധമായതിലൂടെ അവന് യാതൊരു ഉപജീവനവും, അതിനെ നിഷിദ്ധമായത് ഭക്ഷിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, നിഷിദ്ധമായ മാർഗത്തിലൂടെ പലിശ, അതുപോലെ തന്നെ കൈക്കൂലി, അങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ അവന്റെ ഉപജീവനം കണ്ടെത്താൻ പാടില്ല. അവ തീർത്തും ന്യായമായ മാർഗത്തിലൂടെ ആയിരിക്കണം അത് കണ്ടെത്തേണ്ടത് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെ ഇതിൽ വ്യംഗ്യമായിട്ട് ഇതിന്റെ അവസാന ഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അതെന്താ, വഇലൈഹിൻ നുശൂർ, അവനിലേക്കാകുന്നു നിങ്ങളുടെ മടക്കം അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഈ അധ്വാനം ന്യായമായിരിക്കണം എന്നത് മാത്രമല്ല, ഈ അധ്വാനിക്കുന്ന സമയത്ത് ഭൗതികമായ താല്പര്യങ്ങളെ മാത്രം മുൻനിർത്തി ഇത് ശാശ്വതമാണ് എന്ന രൂപത്തിൽ അധ്വാനിച്ച് അന്യായത്തിന് സാക്ഷി നിന്ന് അല്ലെങ്കിൽ കള്ളസാക്ഷ്യം വഹിച്ച് അങ്ങനെ പല രൂപത്തിൽ ധനം സമ്പാദിക്കുവാൻ നിങ്ങൾക്ക് അനുവദനീയമല്ല. നിങ്ങൾ അധ്വാനിക്കുന്ന മാർഗന്യായമായിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഉപജീവനം തേടുന്നത് ന്യായമായ മാർഗത്തിലൂടെ ആയിരിക്കണം, നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട മാർഗത്തിലൂടെ ആയിരിക്കണം. ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ പലപ്പോഴും നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ ഏതാണോ നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഉപജീവനം, ആ ഉപജീവനം തേടുന്ന അന്വേഷിക്കുന്ന മാർഗത്തിൽ ഒരുപക്ഷെ പൈശാചികമായ പല വഴികളും ഒരുപക്ഷെ നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാകും. ഭൗതിക താല്പര്യങ്ങൾ പിശാച് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ആ ന്യായമല്ലാത്ത മാർഗം തേടാൻ, പെട്ടെന്ന് പണക്കാരനാവാൻ, പെട്ടെന്ന് ധനം സമ്പാദിക്കാൻ ഒരുപക്ഷെ അവൻ നിങ്ങളെ പ്രേരിപ്പിക്കും. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി അള്ളാഹുവിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്, മരണശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് ആലോചിക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള സകലമായ തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഏതുതരം അന്യായമായ ധനാഗമന മാർഗമാണെങ്കിലെല്ലാം ഈ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമേ, ഭൗതികമായ നിയമങ്ങളും ഭൗതികമായ അതിനെ നിയന്ത്രിക്കാനുള്ള അതിന്റെ നിയമങ്ങളെല്ലാം അതിനൊക്കെ ഒരു പരിധിയുണ്ട്, പരിമിതികളുണ്ട്. പക്ഷേ മനുഷ്യന്റെ മനസ്സിൽ താൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദ്യം ചെയ്യപ്പെടും എന്ന ഒരു വിചാരം, ഒരു വിശ്വാസം ഉണ്ടാകുമ്പോൾ ഒരു നിയമവും അവനെ നിയന്ത്രിക്കാനില്ലെങ്കിലും ആ ഒരൊറ്റ നിയമം കൊണ്ട് തന്നെ അവൻ നല്ല ഒരു ജോലിക്കാരനാവാൻ, അത് തന്റെ ഉടമസ്ഥനെ ചൂഷണം ചെയ്യാതെ, താൻ ആർക്കാണോ സേവനം നൽകാൻ നിശ്ചയിക്കപ്പെട്ടത് അവരെ ചൂഷണം ചെയ്യാതെ, തന്റേതായ ആ വേതനത്തിന് അനുയോജ്യമായ രൂപത്തിൽ ന്യായമായി ജോലി ചെയ്യാൻ അവന് സാധിക്കേണ്ടതുണ്ട് എന്നത് കൃത്യമായി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അടുത്ത ആയത്തുകൾ രണ്ടെണ്ണം. അഅമിൻതും മൻ ഫിസ് സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർള ഫഇദാ ഹിയ തമൂർ അം അമിൻതും മൻ ഫിസ് സമാഇ അൻ യുർസില അലൈക്കും ഹാസിബ ഫസതഅലമൂന കൈഫ നദീർ. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹു മനുഷ്യരെ അവന്റെ ശിക്ഷയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അമിൻതും, നിങ്ങൾ നിർഭയരാണോ, മംഫിസമായി, ആകാശത്തുള്ളവനെ പറ്റി, അൻ യഖ്സിഫ ബിക്കുമുൽ അർള, അവൻ നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിനെ പറ്റി, ഫഇദാ ഹിയ തമൂർ, കൃത്യമായി അള്ളാഹു പറയാം. അഥവാ മനുഷ്യരെ സംബന്ധിച്ച് അവനെ ഏത് സമയത്തും നശിപ്പിക്കാൻ അള്ളാഹുവിന് സാധിക്കും എന്ന ഒരു ഓർമ്മപ്പെടുത്തല് അവിടെ അള്ളാഹു നൽകുകയാണ്. മാത്രമല്ല അവൻ അധ്വാനിക്കുന്ന ഈ ഭൂമിയിൽ, ആദ്യം അവനെ ഭൂമി കീഴ്പ്പെടുത്തി കൊടുത്തു അല്ലെങ്കിൽ വിധേയമാക്കി കൊടുത്തു എന്ന് പറഞ്ഞല്ലോ അവന്റെ ഉപജീവനം കണ്ടെത്താൻ.
പക്ഷെ ആ ഉപജീവനം കണ്ടെത്തുമ്പോൾ ന്യായമായ മാർഗമായിരിക്കണം, മോശമായി ആ ഭൂമിയിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. എന്നിട്ട് വീണ്ടും അള്ളാഹു ചോദിക്കുകയാണ്, അമിൻതും മൻഫിസ് സമാഇ അൻ യഖ്സിഫ ബിക്കുമുൽ അർള. ആ ഭൂമിയിൽ അവനെ ആഴ്ത്തിക്കളയാൻ ആകാശത്തുള്ളവൻ അവൻ ആഴ്ത്തിക്കളയുകയില്ല അതിൽ അവൻ നിർഭയനായിരിക്കുകയാണോ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചേക്കാം. ഫൈദാഹിയ തമൂർ, ആ ഭൂമി ഇങ്ങനെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കും എന്നൊക്കെ പറയാം. ഇളെന്താ അറിയോ, മനുഷ്യരെ സംബന്ധിച്ച് അള്ളാഹു ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഭൂമി അവന് കീഴ്പ്പെടുത്തി അവന് വിധേയമാക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും ആ ഭൂമിയിൽ തന്നെ അവന്റെ അക്രമം അധികമാകുമ്പോൾ അവനെ ആഴ്ത്തിക്കളയാൻ അള്ളാഹുവിന് സാധിക്കും. അതിൽ നിങ്ങൾ നിർഭയരായിരിക്കുന്നു വേണ്ട, നിങ്ങൾ അതിര് കവിഞ്ഞാൽ ഒരുപക്ഷെ അത് സംഭവിക്കും എന്ന് മാത്രമല്ല വീണ്ടും ചോദിക്കുന്നു, ഇനി അതന്നെ ആയിരിക്കണം എന്നില്ല നിങ്ങളെ നശിപ്പിക്കാനുള്ള ശിക്ഷ. അമിൻതും മൻഫിസ് സമാഇ അൻ യുർസില അലൈക്കും ഹാസിബ. ഒരു ചെരൽ വർഷം നിങ്ങളുടെ മേൽ ആകാശത്തിൽ നിന്ന് അയക്കാൻ അവന് സാധിക്കും, അതിലും നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? ഫസതഅലമൂന കൈഫ നദീർ. അള്ളാഹുവിന്റെ പ്രതിഷേധം എങ്ങനെയുണ്ട് എന്ന് വഴിയെ നിങ്ങൾ അറിയും. പക്ഷെ ആരോടറിയും? നിങ്ങൾ ഈ ഭൂമിയിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഒരുക്കി തന്ന ആ ഭൂമിയിൽ നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ അതിക്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവന്റെ അതിർവരമ്പുകളെ അതിക്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആ ഭൂമിയിൽ നിങ്ങൾ അഴ്ത്തിക്കളയുകയോ അതല്ലെങ്കിൽ നിങ്ങളുടെ മേൽ വല്ല ശിക്ഷയും, അത് ചെരൽ വർഷമാകാം, അതല്ലെങ്കിൽ കൊടുങ്കാറ്റാവാം, മറ്റു പലതുമാകാം, അള്ളാഹു നിങ്ങളെ നശിപ്പിക്കുമെന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിർഭയരായിരിക്കേണ്ടതില്ല. കാരണം എന്താ അറിയോ? അടുത്ത ആയത്തിൽ അള്ളാഹു പറയാ, വലഖദ് കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം ഫകൈഫ കാന നകീർ. അവർക്ക് മുമ്പ് നാം എത്രയോ ആളുകൾ അങ്ങനെ നശിപ്പിച്ചിട്ടുണ്ട്. ഭൂമിയിൽ എല്ലാ സൗകര്യങ്ങളും അവർക്ക് നൽകിയിട്ട് ആ സൗകര്യങ്ങളിൽ അതിക്രമം കാണിച്ചപ്പോ അള്ളാഹുവിനെ നിഷേധിക്കുകയും അവന്റെ പ്രവാചകന്മാരെ ധിക്കരിക്കുകയും ചെയ്തപ്പോ അള്ളാഹു അവരെ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഖാറൂൻ ഒരുപാട് സമ്പത്ത് നൽകപ്പെട്ട ഒരാൾ. അവന്റെ സമ്പത്തടക്കം അവനെ ഭൂമിയിലേക്ക്, അവന്റെ വീട്, അവന്റെ ഭവനമടക്കം അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. ലൂത്ത് ജനത അതിരുവിട്ട അനാശാസ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോ ആ രാജ്യത്തെ അള്ളാഹു കീഴ്മേൽ മറിച്ചു കളഞ്ഞു. അവരവിടെ ജീവിച്ചിട്ടേ ഇല്ലാത്ത രൂപത്തിൽ ആ സ്ഥലം അള്ളാഹു ആക്കി കളഞ്ഞു. അതുപോലെ തന്നെ വേറെ ചില ജനതയുടെ മേൽ അള്ളാഹു ശക്തമായ, ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ശക്തമായ കാറ്റ് അടിപ്പിച്ച് അവരെ നശിപ്പിച്ചു കളഞ്ഞു. അതുപോലെ തന്നെ കഅബ പൊളിക്കുവാൻ വന്ന ആനപ്പട്ടാളത്തെ അള്ളാഹു നശിപ്പിച്ചു. ഖുർആൻ പറയുന്ന തന്നെ ധാരാളം ചരിത്രങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തു ഹാഖയിൽ പറയുന്നുണ്ട്, ഫഅമ്മാ സമൂദും ഫഉഹ്ലികൂ ബിത്താഗിയ വഅമ്മാ ആദും ഫഉഹ്ലികൂ ബിരീഹിൻ സർസറിൻ ആതിയ. അല്ലാഹു പറയാ എന്ന് പറഞ്ഞാൽ ഫഅമ്മാ സമൂദ് ഗോത്രത്തെ അല്ലെങ്കിൽ സമൂദ് സമുദായത്തെ അള്ളാഹു എന്തു ചെയ്തു? ഫഉഹ്ലികൂ ബിത്താഗിയ. വലിയ ഒരു ശിക്ഷ കൊണ്ട് അള്ളാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞു. മാത്രമല്ല വഅമ്മാ ആദ് സമുദായത്തെ അള്ളാഹു എന്തു ചെയ്തു? ഫഉഹ്ലികൂ ബിരീഹിൻ സർസറിൻ ആതിയ. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ശക്തമായ കൊടുങ്കാറ്റടിച്ച് ആ ജനതയെ അള്ളാഹു നശിപ്പിച്ചു. അപ്പൊ ഇങ്ങനെ മുൻകാലങ്ങളിൽ പലരെയും അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നൽകുന്നത്. അപ്പൊ ചുരുക്കത്തിൽ ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകൾ ഏതൊരു മുസ്ലിമിന്റെ, ഏതൊരു മനുഷ്യന്റെയും മനസ്സിലേക്ക് കടന്നു ചെല്ലുന്ന രൂപത്തിലുള്ള ഒരു ഉത്ബോധനമായിട്ട് തന്നെയാണ് അള്ളാഹു അവതരിപ്പിക്കുന്നത്. തീർച്ചയായും നമ്മളത് കൂടുതൽ ആഴത്തിൽ വായിക്കുക, പഠിക്കുക. എന്നിട്ട് ഖുർആനിന്റെ ഈ താക്കീതുകളും അതിന്റെ മുന്നറിയിപ്പുകളും നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിനെ കൂടുതൽ ആഴത്തിൽ അറിഞ്ഞാൽ അവനിലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മൾക്ക് സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.